ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് അൺബോക്സിങ് ചെയ്യാനും അതുപോലെ തന്നെ പരിചയപ്പെടാൻ പോകുന്ന നമ്മുടെ ഗൂഗിൾ പിക്സൽ 9 ആണ്. നിങ്ങൾക്ക് അറിയാം, ഒരു 65-70 ആ റേഞ്ചിലൊക്കെ നമുക്ക് ഒരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ അതിൽ ആ കാറ്റഗറിയിൽ വരുന്ന ഒരു ഫോണാണ് നമ്മുടെ ഗൂഗിൾ പിക്സൽ 9. നിങ്ങൾക്ക് അറിയാം. പിന്നെ പിക്സൽ ലവേഴ്സിനൊക്കെ നിങ്ങൾക്ക് അറിയില്ലല്ലോ, പിക്സൽ ലവേഴ്സിനൊക്കെ അവരുടെ ബേസ് വേരിയൻ്റ് ആണ് നമ്മുടെ പിക്സൽ 9 എന്ന് പറയുന്നത്. പിന്നെ ഇതിന് ശേഷം പിക്സൽ 9 പ്രോ ഉണ്ട്, പിക്സൽ 9 പ്രോ എക്സൽ ഉണ്ട്, പിക്സൽ 9 പ്രോ ഫോൾഡും ഉണ്ട്. അപ്പോൾ പിക്സൽ 9 പ്രോ എന്ന് പറയുന്നത് ഇതിനായിട്ടും ഒരു ലെൻസ്, നമുക്ക് ടെലിഫോട്ടോ ലെൻസ് കൂടുതലായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ വലിയ ചേഞ്ചസും കാണുന്നില്ല. സെൽഫി ക്യാമറയുടെ ഡിഫറൻസ് വരുന്നുണ്ട്. സെൽഫി ക്യാമറ മറ്റേ വേറെയാണ്, ഇതിൽ 10.5 ഉള്ളൂ, മറ്റേ അതിനോടും കൂടുതൽ പിക്സലുണ്ട്. അതാണ് മെയിൻ ഡിഫറൻസ് വരുന്നത്. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. അപ്പോൾ പ്രോന് വേർഷൻ വരുമ്പോൾ എനിക്ക് തോന്നുന്നു 99,999 ഒക്കെയാണ് പ്രൈസ് വരുന്നത്, വിത്തൗട്ട് ഓഫർ കേട്ടോ. ഇപ്പം നമുക്ക് ചില വെബ്സൈറ്റിലൊക്കെ നമുക്ക് ഇപ്പോൾ ക്രോമയിലൊക്കെ ആണെങ്കിൽ നമുക്ക് വെബ്സൈറ്റിലൊക്കെ ആണെങ്കിൽ നമുക്ക് HDFC ബാങ്കിൻ്റെ ഓഫർ ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഓഫർ കഴിഞ്ഞുണ്ട്. ഫ്ലിപ്കാർട്ടിലും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിൽ വാങ്ങിക്കാം. ഞാൻ എന്തായാലും ഫ്ലിപ്കാർട്ടിൽ വേണമെങ്കിൽ ടാഗ് ചെയ്യാം. അപ്പോൾ അതിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വാങ്ങിക്കാൻ മറക്കണ്ട. ഇത് ബ്ലാക്ക് കളറാണ്. ഇവരുടെ പേര് പറയുന്നത് ഒബ്സിഡിയൻ എന്നാണ് പേര് പറയുന്നത്. 4 കളർ വരുന്നുണ്ട്. ഒരു ബബിൾ കം ഒരു കളർ പോലത്തെ കളർ വരുന്നുണ്ട്, പിങ്ക് പോലത്തെ, പിന്നെ ഒരു ഗ്രീൻ വരുന്നുണ്ട്, പിന്നെ ഒരു വൈറ്റ് വരുന്നുണ്ട്, പിന്നെ ബ്ലാക്ക് ഒബ്സിഡിയൻ ബ്ലാക്കും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഗൂഗിൾ പിക്സൽ 9 12 GB 256 GB വരുന്നതാണ്. സീലാണ് നമ്മൾ പൊട്ടിക്കാൻ പോകുന്നുണ്ട്. ജസ്റ്റ് ഡെലിവർ ആയിട്ടുള്ളൂ. നിങ്ങൾക്ക് വേറെ പാക്കേജിങ് ആയിരിക്കും. ഇപ്പോൾ ഫുള്ളി പ്ലാസ്റ്റിക് ഫ്രീ പാക്കേജിങ് ആണ്. അപ്പോൾ നമുക്ക് എന്തായാലും സീൽ പൊട്ടിക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാറാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് വരുന്നവർ എൻ്റെ പേര് അജയ്, ഞാനൊരു ഫൈനാൻഷ്യൽ അനലിസ്റ്റാണ്. നമ്മുടെ ടെക്കിലും ഫിനാൻഷ്യലും എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജ് നോക്കി നോക്കാം. നിങ്ങൾക്ക് അതിലും വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. ഫോളോ ചെയ്താൽ മതി പേജ്. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്താലും മതി, നമ്മളെല്ലാ കമൻറ്റും പോകുന്നുണ്ട്. മറക്കണ്ട. ഞാൻ എന്തായാലും നമ്മുടെ സീൽ പൊട്ടിക്കാം. ഇപ്പോൾ ഇൻടാക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പോലത്തെ ഒരു സീലാണ് വരുന്നത്. ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ മാത്രം നമുക്കത് എന്താ പറയുക സ്ലൈഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ പൊട്ടിച്ചു. പേപ്പറാണ് ഫുൾ കേട്ടോ. എന്തായാലും ഇവിടെ കിടക്കട്ടെ. ഇത് എന്നിട്ട് നമുക്ക് ഇങ്ങനെ സൈഡ് ചെയ്യുന്ന പരിപാടിയാണ്. സ്ലൈഡിങ് ആണ്. എന്താ വരാത്തത്, ആ ഗം എപ്പോഴും പോയിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് എടുക്കാം. ഇതാ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്താ ഇതൊക്കെ പേപ്പറാണ്, ഫുൾ പേപ്പർ പാക്കേജിങ് ആക്കിയിട്ടുണ്ട്. അതൊരു നല്ല കാര്യമാണ്. പക്ഷേ ഈ എന്താ പറയുക, ചാർജർ വയ്ക്കാത്തത് ഒരു മെച്ചോടത്ത പരിപാടി. അതിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, അവർ പുതിയ ഇപ്പോൾ ഷേപ്പൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. പിക്സൽ 8ഉം പിക്സൽ 7ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഐലൻഡ് പോലത്തെ ഡിസൈൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സാധനം ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ആയിട്ട് നമ്മുടെ സാംസങ്ങിൻ്റെ വലിയ സൈഡിലാണ് നമുക്ക് അതിൻ്റെ ബുക്ക്ലെറ്റ്സുകളും സംഭവമൊക്കെ അതോടെ ഇരിക്കട്ടെ. ഞാൻ എന്തായാലും ആദ്യം ഫോൺ എടുക്കാം. ഫോൺ നമുക്ക് വന്നിട്ടുണ്ട്. ഇതും പേപ്പർ തന്നെയാണ് കേട്ടോ. ബ്ലാക്ക് കളറാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. പിന്നെ നമ്മുടെ നോർമൽ ഇവരുടെ കേബിൾ വരുന്നുണ്ട്. Type C to Type C. ഇത് ബ്രൈഡൊന്നും അല്ലടാ, നോർമൽ കേബിളാണ്. അപ്പോൾ അതവിടെ കേട്ടാ. നമ്മുടെ ഇപ്പോൾ കേബിൾ വേറെ ഇഷ്ടം പോലെ ഉണ്ട്, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ നമുക്കിതിൽ ബുക്ക്ലെറ്റ്സും അതുപോലെ തന്നെ ഒരു പേപ്പർ സെക്ഷൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. എന്താ കിട്ടാത്തത്? ആയോ കിട്ടുന്നില്ല കേട്ടോ. ഇത് കിട്ടുന്നില്ല. ഇത് ഒട്ട് പിടിച്ചിരിക്കുകയാണ്. അതവിടെ ഇരിക്കട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് ഫോൺ ഇതൊന്ന് തുറക്കാം. ഓപ്പൺ ആവാത്തണ്ട. അതിൽ നിന്ന് എടുക്കാൻ പറ്റും നോക്കിയേക്കാം. പൊട്ടിക്കാണ്ട് തന്നെ നമുക്ക് മുകളിൽ കൂടെ എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ കേട്ടോ. ബ്ലാക്ക് കളറ് ഇതാ. ഇത് പക്ഷേ ഗ്ലോസിയാണ് കേട്ടോ. സൈഡ് മാറ്റ് ഫിനിഷാണ്, ബാക്ക് ഗ്ലോസിയാണ് കേട്ടോ. ഞാൻ ആക്ച്വലി ബാക്ക് ഗ്ലോസി എല്ലാം വിചാരിച്ചു. പ്രോ വേർഷന് നേരെ തിരിച്ചാണ്. ഇത് മാറ്റ് ആയിരിക്കും, സൈഡ് എന്താ പറയുക ഗ്ലോസി ആയിരിക്കും. അങ്ങനത്തെ പരിപാടിയാണ്. അപ്പോൾ 2 ലെൻസും കൂടെ കാണാം. പിന്നെ നമ്മുടെ ഇതെനിക്ക് തോന്നണേ, ഞാൻ ആക്ച്വലി ഒന്ന് സ്പീക്കറിൻ്റെ ഒരു കവറും അതുപോലെ തന്നെ RD റിഗ് ഗിയറിൻ്റെ ഒരു ബ്രാൻഡിൻ്റെ ഒരു കേസ് നോക്കിയിട്ടുണ്ട്. ഞാൻ ഇത് നോർമലി എന്നിട്ട് ഉപയോഗിക്കണം. പിന്നെ ഇപ്പോൾ സാംസങ്ങിന് ഞാൻ നമ്മുടെ അൾട്രയ്ക്കൊക്കെ ഞാൻ നമ്മുടെ സ്ലിം കേസ് ഇന്ത്യയുടെ ഒരു ഫോറിൻ ബ്രാൻഡാണ്, അവരാണ് ഉപയോഗിക്കുന്നത്. ഭയങ്കര സ്ലിം ആയിരിക്കും, പക്ഷേ ഡ്രോപ്പ് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ Xiaomi 15 അതുപോലെ തന്നെ ഇപ്പോൾ Vivo X200 Pro ഒക്കെ ആണെങ്കിൽ ഞാൻ ഗോൾഡൻ സാൻഡ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഉപയോഗിക്കുന്നത്. എന്താ വെച്ചാൽ ഇവരൊക്കെ കുറച്ച് ഈ ഫേമസ് ആയിട്ടുള്ള കൊറിയൻ ബ്രാൻഡുകളിലൊക്കെ ഇത് കിട്ടാൻ കുറച്ച് പാടാണ്. പക്ഷേ ഇവർക്കൊക്കെ ഉണ്ട് കേട്ടോ. ഒരേ ഞാൻ സ്പീക്കറിൻ്റെയും ഒരെണ്ണം നോക്കിയിട്ടുണ്ടായിരുന്നു, ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം റിഗ്ഗിയാണ്. അപ്പോൾ നല്ല നോക്കിയിട്ട് എടുത്തിട്ട് ബാക്കി നിങ്ങൾക്കറിയാം കേസിന് നമുക്ക് ആമസോണിൽ ഓർഡർ ചെയ്യുമ്പോൾ റിട്ടേൺ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് സാധനം ഇതിൻ്റെ നിങ്ങൾക്ക് അറിയാം, ഇവരുടെ സ്വിച്ച് നേരെ തലതിരിഞ്ഞായിരിക്കും, പവർ മുകളിലായിരിക്കും വരിക കേട്ടോ. അപ്പോൾ ഞാൻ പവർ ഓൺ ഓഫ് അമർത്തി പിടിച്ചിട്ടുണ്ട്. ചാർജ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. വൈബ്രേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ജെമിനി ഉണ്ടല്ലോ നമ്മുടെ പുതിയവരുടെ, അതൊക്കെ കാണിക്കട്ടെ. ഗൂഗിൾ ലോകം കഴിഞ്ഞ് കഴിഞ്ഞാൽ ജെമിനിയുടെ അമ്പളം ചെറുതായിട്ട് വരുന്നുണ്ടോ. അത് ജെമിനിയുടെ അമ്പളാണ്, അതാണ് ഇപ്പോൾ വന്നത് കേട്ടോ. അത് ആക്ച്വലി പിക്സൽ ഫോണിൽ മാത്രമേ വരുള്ളൂ, വേറെ എന്തെങ്കിലും വരില്ല. അപ്പോൾ ഇതൊന്ന് ബൂട്ടാവട്ടെ. നമുക്ക് ബൂട്ടായിട്ട് നമുക്ക് ഇനീഷ്യൽ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. മിക്കതും അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചു വരാം കേട്ടോ.
അപ്പോൾ നമ്മൾ ഫുൾ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ ബൂട്ട് ആപ്പായുള്ള വാൾപേപ്പറും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ കുറച്ച് ഇനീഷ്യൽ കുറച്ച് ഡൗൺലോഡും സംഭവങ്ങളൊക്കെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഇത് ബോക്സ് ഇൻബിൽഡ്. അപ്പോൾ ഇത് ആക്ച്വലി ലോഞ്ച് ചെയ്ത സമയത്ത് നമുക്ക് പുതിയ വരുന്ന ഡിവൈസുകളൊക്കെ Android 14 ആയിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മളിത് അൺബോക്സ് ചെയ്ത സമയത്ത് തന്നെ Android 15 തന്നെ വന്നിരുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്ന ഫോണുകളൊക്കെ 15 തന്നെ വരിക കേട്ടോ. ഇവിടെ ബോട്ട് ഫോണിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ താഴെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. കണ്ടോ, Android 15 തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിന് ശേഷം വേറൊരു അപ്ഡേറ്റും വന്നിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം പിക്സൽ നോർമലി അപ്ഡേറ്റ് ഡൗൺലോഡ് ചെയ്യുന്ന സാധനം സ്ലോ ആയിരുന്നു ഇത്രയും കാലം. ഇനിയിപ്പോൾ 9ത്തെ കാര്യം എനിക്ക് അറിയില്ല. ഞാനിപ്പോൾ ഓൾറെഡി ഡൗൺലോഡ് ഇട്ടിട്ടുണ്ട്. ഒരു 750 രൂപയുടെ 750 സൈസിൻ്റെ ഒരു അപ്ഡേറ്റ് വന്ന് കിടക്കുന്നുണ്ട്. കണ്ടോ, ഇൻസ്റ്റാളിങ് അത് ഡൗൺലോഡ് ആയിട്ടാണ്. അപ്പോൾ അത്യാവശ്യം സ്പീഡ് ഉണ്ട് ഇപ്പോൾ പണ്ടത്തെ കാട്ടും. എന്താ വെച്ചാൽ ഇത് മോട്ടോറോളയ്ക്കും ഈ ഇഷ്യൂ ഉണ്ട്. മോട്ടോറോളയിലും ഡൗൺലോഡ് അപ്ഡേറ്റ് ചെയ്ത് ഇൻസ്റ്റാൾ ആവാൻ കുറച്ച് സമയം എടുക്കും. നമ്മുടെ ബാക്കിയുള്ള സാംസങ്ങിൻ്റെയും അതുപോലെ തന്നെ ഇപ്പോൾ ഒപ്പോൻ്റെയും വിവോൻ്റെയും പോലെ ഒന്നല്ല, ഭയങ്കര ഫാസ്റ്റ് അല്ല, കുറച്ച് സ്ലോ ആണ്. ഇപ്പോൾ പുതിയ പിക്സലിനായാലും എനിക്ക് അറിയില്ല. അപ്പോൾ ഇത് നോക്കിയപ്പോൾ കുറച്ച് ഫാസ്റ്റാണ്, നോർമൽ പോലെയാണ്. ഞാൻ ഇതിന് മുമ്പ് 7 8 ഉപയോഗിച്ചിട്ടുണ്ട്, നിങ്ങൾ ഓൾറെഡി കണ്ടായിരിക്കും. അപ്പോൾ അതിലൊക്കെ കുറച്ച് സ്ലോ ആയിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് 7 നല്ല സ്ലോ ആയിരുന്നു. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ എല്ലാം ജസ്റ്റ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്കറിയാം ഇവരുടെ പിക്സൽ ഫോൺ എന്ന് പറയുന്നത് അവരുടെ പിക്സൽ UI ഫേമസ് ആയിട്ടുള്ള സംഭവമാണ്. പിന്നെ കുറേ പേര് ഇത് പറയും പൊട്ടയാണ്, 65,000 രൂപയ്ക്ക് 70,000 രൂപയ്ക്ക് ഇത് ലാഭമല്ല, പെർഫോമൻസ് വൈസ് നോക്കുകയാണെങ്കിൽ ലാഭമല്ല. ഓൾമോസ്റ്റ് സത്യം തന്നെയാണ്. എന്താ വെച്ചാൽ ഇതിൻ്റെ പ്രൊസസ്സർ G4 പ്രൊസസ്സറാണ് വരുന്നത്, നമ്മുടെ ടെൻസർ G4 ആണ് വരുന്നത്. അതിൻ്റെ നിങ്ങൾ കുറേ പേർക്ക് AnTuTu സ്കോർ നോക്കിയിട്ടേ പറഞ്ഞു. AnTuTu സ്കോർ ഒന്നും പ്രാക്ടിക്കൽസ് യൂസിനുള്ളതല്ല, വെറുതെ ബെഞ്ച് മാർക്ക് സാധനങ്ങളാണ് അതൊക്കെ. നിങ്ങൾ ഈ ഒരു പിക്സൽ ഫോൺ ഉപയോഗിച്ചുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്ത് അറിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇതെന്ന് വെച്ചാൽ നോർമൽ യൂസിനോ അങ്ങനത്തെ വലിയ സംഭവം യൂസ് ആയിട്ട് ചെയ്യുമ്പോഴൊന്നും ലാഗോ സംഭവം നിങ്ങൾ ഫേസ് ചെയ്യില്ല. എന്ന് വെച്ചാൽ ഇവരുടെ ഒപ്റ്റിമൈസേഷൻ ഒടുക്കത്തെ ഒപ്റ്റിമൈസേഷനാണ്, ഭയങ്കര സ്മൂത്ത് ആയിരിക്കും. ബട്ടർ സ്മൂത്ത് എന്നൊക്കെ പറയില്ല, അതുപോലെ ആയിരിക്കും. നമ്മുടെ ചിലപ്പോൾ സ്നാപ്ഡ്രാഗൺ 8 പറയുമ്പോൾ നമ്മുടെ ഈ 15 പോലും ഇത്രയും സ്മൂത്ത്നെസ് നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റില്ല. അത്രയ്ക്ക് ഡിഫറൻസ് വരെ ഒപ്റ്റിമൈസേഷനിൽ വരുന്നുണ്ട് കേട്ടോ. ഈ ഒപ്റ്റിമൈസേഷൻ വെച്ചിട്ടാണ് ശരിക്കും നമ്മുടെ iOS-ഉം ഈ സ്മൂത്ത്നെസ്സിൽ പിടിച്ചേക്കുന്നത്. അപ്പോൾ അതാണ് ഡിഫറൻസ് വരുന്നത്. പിന്നെ നമുക്കിതിൽ ഫിംഗർ പ്രിൻ്റ് ഒക്കെ അവർ മാറ്റിയിട്ട് ഇപ്പോൾ അൾട്രാസോണിക് ആക്കിയിട്ടുണ്ട്. തൊടുമ്പോഴേക്കും നല്ല ഫാസ്റ്റ് ആയിട്ട് തന്നെ അൺലോക്ക് ആവുന്നുണ്ട്. ഇപ്പോൾ ഡൗൺലോഡും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിക്സൽ UI ഇഷ്ടമുള്ളവർക്ക് വേറൊരു ഓപ്ഷൻ ഇല്ലല്ലോ, പിക്സൽ തന്നെയാണ് പറ്റുള്ളൂ. അപ്പോൾ അതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും ഇതിൻ്റെ MRP പ്രൈസ് വരുന്നത് 75 സംതിങ് ആണ് ഇത് ആക്ച്വലി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തേക്കുന്നത്. കുറച്ച് സമയത്ത് 3000 രൂപയുടെ ഓഫർ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഒരു 7000 രൂപയുടെ ഒരു HDFC ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 9000 രൂപയ്ക്ക് ഒരു HDFC ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം റീസെൻ്റ്ലി ഇപ്പോൾ 10000 രൂപയുടെ HDFC ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഓഫർ കഴിഞ്ഞു എന്ന് തോന്നിട്ടാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്ലിപ്കാർട്ടിൽ നമ്മുടെ പിക്സൽ ഒന്ന് കയറിയിട്ട് പിക്സൽ 9 ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. നിങ്ങൾക്ക് കളർ ഞാൻ പറയേണ്ട ആവശ്യമില്ല, ഇത് ബ്ലാക്ക് കളറാണ്, അതിന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ഗ്ലോസി ആണ്. അത് ഞാൻ സ്പീക്കറിൻ്റെ കവറാണ് ഉണ്ടാകല്ലോ, സ്പീക്കറിൻ്റെ കവറാണ്. നോർമലി യെല്ലോ കവർ ആവാറുണ്ട് സ്പീക്കറിൻ്റെ, അങ്ങനെ ഇഷ്യൂ ഉണ്ട്. റിഗ്ഗിയറിന് അങ്ങനെ ആവാൻ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്പീക്കറിനൊക്കെ പക്ഷേ നല്ല പ്രൊട്ടക്ഷൻ ഉണ്ട്. റിഗ്ഗിയറിൻ്റെ പ്രൊട്ടക്ഷനുള്ള കാര്യത്തിൽ സ്പീക്കറിൻ്റെയും അതുപോലെ തന്നെ പിന്നെ വേറെ ഒന്നും ഉണ്ടല്ലോ, ESR ഉണ്ട്, പിന്നെ വേറെ അവിടെ ഉണ്ട് റിങ്കെ. ആ 3 ബെസ്റ്റാണ് കേട്ടോ പ്രൊട്ടക്ഷൻ്റെ കാര്യത്തിൽ. ഇതിന് ഓഫർ ഇപ്പോൾ ഓഫർ വരുന്നുണ്ട്. പക്ഷേ 68,000 രൂപയ്ക്കാണ് ഇപ്പോൾ ഓഫർ അടക്കം നമുക്ക് ഈ സാധനം കിട്ടുക കേട്ടോ. 65 അല്ല, അതിന് കുറച്ചൊന്നുമുണ്ട്, ഒരു 10,000 കുറച്ചൊന്നുമുണ്ട്. അത് ഏത് കാർഡിൻ്റെ ആമസോണിൽ HDFC അങ്ങനെ 7000 രൂപയാണ് കേട്ടോ ഇപ്പോൾ ഓഫർ വന്നിരിക്കുന്നത്. കണ്ടു എന്താണ്. അപ്പോൾ 60 സാധനം കിടിലൻ സാധനം തന്നെയാണ്. എക്സ്പീരിയൻസ് നമുക്കൊരു 6.3 ഇഞ്ചാണെന്നുണ്ട് സാധനം വരുന്നത്. 12 GB 256 GB ജെൻസർ G4 ആണ് വരുന്നത്. യൂസേജ് ചെയ്യുമ്പോഴൊക്കെ നല്ല സ്മൂത്ത്നെസ് ആണ്. അപ്പോൾ ഈ റേഞ്ചിൽ വരുന്ന സാധനം തന്നെയാണ് നമ്മുടെ Xiaomi 15. പക്ഷേ UI ഒക്കെ ഭയങ്കര ഡിഫറൻസ് ആട്ടോ. ഈ സാധനത്തിൽ നല്ല കൂറ UI ആണ്. എനിക്ക് ശരിക്കും തീരെ ഇഷ്ടപ്പെടാത്തൊരു സംഭവമാണ് ഈ HyperOS-ഉം വിവോൻ്റെ ആയാലും നമ്മുടെ എന്താ പറയുക സ്മാർപ്പി നമ്മുടെ X200 Proയിലായാലും X200 ആയാലും ഇവരുടെ ഫണ്ട ചോയ്സ് അവരുടെ പ്രീമിയം കാറ്റഗറിക്ക് വേണ്ടിയിട്ട് ഒരു മാറ്റിയിട്ടൊന്നുമില്ല. ബേസിക് ഫോണിൽ വരുന്ന അതേ കുറേ സാധനം തന്നെയാണ്. പരസ്യവും വാങ്ങും എല്ലാം ടേൺ ഓഫ് ചെയ്യാൻ നിൽക്കണം. ഇതിലാണെങ്കിൽ എല്ലാം ടേൺ ഓഫ് ചെയ്യാൻ പറ്റില്ല. OnePlus-ലാകുമ്പോൾ നമുക്ക് ചിലതിനെ ഡിസേബിൾ ചെയ്യാൻ പറ്റും, ഇതിനതും പറ്റില്ല. നോട്ടിഫിക്കേഷൻ ഓഫ് ചെയ്യാൻ രക്ഷയുള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും ക്യാമറ തന്നെ നമുക്ക് ആദ്യം തുറന്ന് കാണിക്കാം. അപ്പോൾ ക്യാമറയിൽ എന്തോ ഭയങ്കര ഫാസ്റ്റാണ് കേട്ടോ, അത് രക്ഷയില്ലാത്ത ഫാസ്റ്റാണ്. അപ്ഡേറ്റ് ഇസ് അവൈലബിൾ ഫോർ ക്യാമറ എന്നും കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അത് അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ ക്യാമറ പിക്സൽ ക്യാമറ ഒരു ആപ്പ് അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് അപ്ഡേറ്റ് ആവട്ടെ, എന്നിട്ട് നമുക്ക് പറയാം കേട്ടോ. ക്യാമറ നല്ല ക്വാളിറ്റി ഉണ്ടാവാൻ നല്ല സാധ്യതയുണ്ട്. പക്ഷേ സെൽഫി ക്യാമറയുടെ ആ ഒരു സെൻസർ മാറ്റിയിട്ടില്ല കേട്ടോ, അത് പൂർവ്വ പരിപാടിയായി പോയി. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് അപ്ഡേറ്റ് ചെയ്യുന്നത് തിരിച്ചു വരാം. അപ്പം നമ്മുടെ ക്യാമറ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ക്യാമറ ഓപ്പൺ ആയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ തന്നെ ഒരു ഡെമോ പിക്ക് എടുത്ത് കാണിച്ചു തരാം. നമ്മുടെ സ്റ്റുഡിയോയിലായിട്ട് മാത്രമേ നമ്മളിപ്പോൾ വെച്ചിട്ടുള്ളൂ. അതിൻ്റെ ഫാസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കാം, പ്രോസസ്സിംഗ് ഉണ്ടോ,
അടുത്തു നല്ല ഫാസ്റ്റ് ഇടാണ്, ഷട്ടർ സ്പീഡും കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഇപ്പോൾ വർത്താനം പറയണ്ടായിരുന്നു, അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എങ്ങനെ ക്യാമറ വന്നിരിക്കുന്നത്. ഷട്ടർ സ്പീഡൊന്നും ഇല്ല കേട്ടോ, നല്ല ക്വാളിറ്റി വരുന്നുണ്ട്. ചെറുതായിട്ട് പ്രോസസ്സിങ് വരുന്നുണ്ട്, ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ പ്രോസസ്സിങ് വരുന്നുണ്ട്. പക്ഷേ ഒരു 2 സെക്കൻഡ് എത്ര ഉള്ളൂ കേട്ടോ, പണ്ടത്തെ അത്ര ഇല്ല. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ, ഉണ്ടോ? അത് ഞാൻ വർത്താനം പറയുമ്പോൾ എടുത്താണ്, എന്നിട്ട് പോലും എന്താ പറയുക ബ്ലറും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. നല്ല ക്വാളിറ്റി ഉണ്ട്, ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റി ഉണ്ട്, ഒരു പ്രോബ്ലം ഇല്ല ക്യാമറയ്ക്കൊന്നും. ഇനി നമുക്ക് സെൽഫി നോക്കി നോക്കാം. എനിക്ക് പറയാനുള്ള, ഞാൻ ഇതിൻ്റെ ഫുൾ വീഡിയോ ഇടാം Xiaomi 15 റിവ്യൂ. ഇതിൽ സെൽഫി ക്യാമറയ്ക്ക് കുറച്ച് പ്രോബ്ലം ഉണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞുതരാം, റിവ്യൂവിൽ പറയാം, വിത്ത് പ്രൂഫായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ ഞാൻ എന്തായാലും ഒരു സെൽഫി ക്യാമറ സെൽഫി പിക്ക് ഒന്ന് എടുത്ത് നോക്കട്ടെ. സെൽഫി നമുക്ക് എടുക്കുമ്പോൾ കണ്ടോ ഇത് ബ്ലറായി, കണ്ടോ മൂവ്മെൻ്റ് ഒന്ന് ചെറുതായിട്ട്. അത് മിക്ക സാധനങ്ങൾക്കും ഉണ്ട്, പക്ഷെ വിവോനൊന്നുമില്ല. ഒന്നുകൂടി എടുത്ത് നോക്കാം. നമ്മളിങ്ങനെ അമർത്തുമ്പോൾ അത് ഷെയ്ക്ക് ആവുന്നതാണ്. ഓ സ്വിച്ച് മാറിപ്പോയി. ഇതിൻ്റെ സ്വിച്ച് ഫേസ് അൺലോക്കൊക്കെ നല്ല സ്പീഡ് ഉണ്ട് കേട്ടോ. പിന്നെ ഈ സ്പീക്കറിൻ്റെ സ്വിച്ചും നല്ല ഹാർഡാണ്, അതുകൊണ്ട് കൂടെ വയ്ക്കണ്ട. ഈ പ്രാവശ്യം എടുത്തപ്പോൾ ശരിയുള്ളൂ, നല്ല ക്വാളിറ്റി ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഉണ്ട് സൂം ചെയ്യുമ്പോൾ കുറച്ച് ക്വാളിറ്റി കുറവുണ്ട്. 10.5 പിക്സലുള്ള സാധനം, അതിൻ്റെ കുഴപ്പമാണ്. പോട്ടെ, കുഴപ്പമില്ല. Xiaomi 15 നല്ല സെൽഫി ക്യാമറ ഉണ്ട്, അത് എടുത്ത് പറയാൻ തന്നെ പറ്റുള്ളൂ. ഞാൻ എന്തായാലും അതിൻ്റെ റിവ്യൂ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് നമ്മുടെ പിക്സലിൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ നിങ്ങൾ കണ്ടാൽ മതി. ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള സംഭവങ്ങളായിട്ട് നമ്മൾ സെപ്പറേറ്റ് വരച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നല്ല എന്താ പറയുക വലുതായ വീഡിയോ. അപ്പോൾ ഇതാണ് നമ്മുടെ പിക്സൽ 9. നിങ്ങൾക്ക് ഇത് 4 കളറിൽ എടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നോക്കി എടുക്കാം. എൻ്റെ റെക്കമെൻഡേഷനിൽ വൈറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് കേട്ടോ. കേസ് ഇടാൻ മറക്കരുത്. ഇതിന് അതുപോലെ തന്നെ ഈ സാധനവും ഇല്ല, സ്ക്രീൻ കാർഡും ഇല്ല. ഞാൻ സ്ക്രീൻ കാർഡ് വേറെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ടെമ്പർ ഗ്ലാസ് അല്ല, ഞാൻ സ്ക്രീൻ കാർഡ് നോർമലി ഇടാറില്ല, ടെമ്പർ ഗ്ലാസ് ഒന്നും ഇടാറില്ല. ഗാഡ്ജറ്റ് ഷീൽഡിൽ സാധനം ഞാൻ റെക്കമെൻഡേഷൻ ചെയ്യുന്നില്ല, നല്ല കത്തിയാണ് സാധനം. ഇടാൻ പറ്റുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഓഫ്ലൈൻ പോയിട്ട് എടുക്കുന്നതല്ല. ഞാൻ പക്ഷേ നമ്മുടെ S23-ക്കൊക്കെ പുറത്തുനിന്ന് ഇട്ടേക്കണം ഓഫ്ലൈനായിട്ട്. ആദ്യം ഗാഡ്ജറ്റ് ഷീൽഡ് ഉണ്ടാകും, അതൊക്കെ പൊളിഞ്ഞു വന്നു, പിന്നെ പുറത്തുനിന്ന് ഇട്ടത്. അപ്പോൾ ഇതാണ് നമ്മുടെ പിക്സൽ 9 വീഡിയോ കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യാൻ മറക്കണ്ട. ഞാൻ ഓൾറെഡി ടാഗ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ നമ്മുടെ എന്താ പറയുക ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഇവിടെ ടാഗ് ഓൾറെഡി കാണുന്നതായിരിക്കും, യൂട്യൂബ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ. ഇപ്പോൾ മൊബൈലിലൊക്കെ ആണെങ്കിൽ കാണുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ടി വിയിലാണെങ്കിൽ കാണാൻ പറ്റില്ല, നല്ല കണ്ടിട്ട് എന്തായാലും ഓർഡർ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അടുത്ത് കാണാം.